5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അപ്പോൾ കേരളത്തിൽ നിന്ന് 2 വനിതകൾക്ക് ഗോൾ അടിക്കാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. ഒരാൾ കേന്ദ്രമന്ത്രിയും മറ്റൊരാൾ ഗവർണറും. രണ്ടുപേരും ഡൽഹിക്ക് വിടുമോ? ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ കേരളത്തിൽ കായംകുളത്ത് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. മത്സരിക്കുകയാണെങ്കിൽ ഇനി കായംകുളത്തായിരിക്കും. പ്രത്യേകിച്ച് SNDPയുടെ കൂടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് കായംകുളത്ത് മത്സരിച്ചാൽ തീർച്ചയായിട്ടും രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നത് MLA ആകാൻ. അപ്പോൾ MLA പദവിയാണെങ്കിൽ അവർ കായംകുളത്തുണ്ടായിരിക്കും, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് അവർ പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞാൽ പിന്നെ മന്ത്രിയാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പക്ഷേ കേരള സംസ്ഥാന രാഷ്ട്രീയത്തിൽ തുടരുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രനെ കേന്ദ്രമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ധരിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മളൊക്കെ ധരിച്ചിരുന്നത് പത്മജ വേണുഗോപാലിന് എന്ത് പൊസിഷൻ കൊടുക്കും. കാര്യം വനിതകൾ ഒന്നിലധികം ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നിട്ടുള്ള വനിതയ്ക്കും കൂടി പരിഗണിക്കണമല്ലോ. അപ്പോൾ കോൺഗ്രസിനെ വിട്ട് വലിയൊരു ലീഡറുടെ മകളായി നിന്ന് വളരെ വലിയൊരു സ്ഥാനത്തിരുന്നിട്ടൊക്കെ ഇറങ്ങി വരുന്ന ഒരു KPCCയുടെ സെക്രട്ടറി സ്ഥാനത്ത് നിന്നൊക്കെ വരുന്ന ഒരാളിനെ തീർച്ചയായിട്ടും അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവരെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് ഗവർണർ പദവിയിലേക്കാണ് അവരെ പരിഗണിക്കുന്നത്. അത് ഡൽഹി കിട്ടുമെന്നൊക്കെ പലരും പറയുന്നു. പക്ഷേ ഡൽഹി കിട്ടിയില്ലെങ്കിലും മറ്റേതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സ്റ്റേറ്റിൻ്റെ ഗവർണറായി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നമ്മുടെ പത്മജ വേണുഗോപാൽ. അപ്പോൾ പിന്നെ അവശേഷിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ വളരെയധികം കേന്ദ്രത്തിൻ്റെയും അമിത്ഷായുടെയൊക്കെ ഗുഡ് ബുക്കിലാണുള്ളത്. ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് എങ്ങനെയും കേരളം പിടിക്കുക എന്നുള്ള രാജീവ് ചന്ദ്രശേഖരൻ്റെ പുതിയ ഫോർമുല വരുന്നു, വികസിത കേരളം. അപ്പോൾ വികസിത കേരളത്തിന് ഒരു മന്ത്രി കൂടി കേന്ദ്രത്തിൽ ഉണ്ടാവുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് ഒരു വനിതാ മന്ത്രി ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനകത്തേക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി, കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആശയക്കുഴപ്പമുണ്ടാക്കി കൂടുതൽ വനിതകളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ ഗവർണറായാൽ സ്വാഭാവികമായിട്ട് കോൺഗ്രസിലെ വനിതകൾക്കിടയിൽ ഒരു ചർച്ച വരും. അങ്ങനെ ഷാനിമോൾ ഉസ്മാനെയോ ബിന്ദുവിനെയോ അങ്ങനെ നിൽക്കുന്ന ആരെയും, അതുപോലെ തന്നെ കണ്ണൂരിലുള്ള ഒരു വനിതയുണ്ട്, അവർ ഈ ചാനലിലൊക്കെ ബഹളം കാണിക്കുന്ന വനിതയുണ്ട്, അതങ്ങനെയുള്ള ആരെയും കൊണ്ടുവരാൻ കഴിയുന്ന രീതിയിലേക്കുള്ള വനിതകളുടെ ഒരു ഒഴുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ശ്രമം BJP ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ തന്ത്രം പ്രകടിപ്പിക്കുമ്പോൾ ആ തന്ത്രത്തിൻ്റെ ഭാഗമായി 2 വനിതകൾക്ക് ഇതിൻ്റെ ഗുണം കിട്ടാൻ സാധ്യതയുണ്ട്. ശോഭാ സുരേന്ദ്രൻ കേന്ദ്രമന്ത്രിയാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു, കേന്ദ്ര സഹമന്ത്രിയാകാനുള്ള സാധ്യത കാണുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ പത്മജ വേണുഗോപാൽ ഗവർണറാകാനും സാധ്യത. അപ്പോൾ 2 വനിതകൾക്കുള്ള വനിതകൾ ഗോളടിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. കേന്ദ്രത്തിൻ്റെ സർക്കാർ എങ്ങനെയും കേരളം പിടിക്കും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ മിഷനായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ അയച്ചത്. രാജീവ് ചന്ദ്രശേഖരനോട് എന്ത് ചോദിച്ചാലും അദ്ദേഹം അതിനൊന്നും മറുപടി പറയത്തില്ല. അദ്ദേഹം ഏക മറുപടി പറയുന്നത് വികസിത നിലമ്പൂർ, വികസിത ജില്ല, വികസിത മലപ്പുറം, വികസിത കേരളം, വികസിത ഭാരതം. ഇതല്ലാതെ ഒരു കാര്യത്തിലും ഒരു കോൺട്രവേഴ്സിയിലും അദ്ദേഹം ചെന്ന് പെട്ടിട്ടില്ല. 1-2 പ്രാവശ്യം ചാനലുകാരോട് പറഞ്ഞതിൽ 1-2 അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് തോന്നുന്നു. പക്ഷെ അല്ലാതെ ഒരു കോൺട്രവേഴ്സിയിലും ചെന്ന് പെടാറില്ല. ബാക്കി സുരേന്ദ്രനൊക്കെ ആയിരിക്കുമ്പോൾ എന്നും കോൺട്രവേഴ്സിയാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും അതിനകത്ത് അദ്ദേഹത്തെ കളിയാക്കി പിന്നെ കോൺട്രവേഴ്സി വാർത്തകൾ വന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ കോൺട്രവേഴ്സികളൊന്നും ഇല്ലാതെ വളരെ മനോഹരമായി ഇത് രാജീവ് ചന്ദ്രശേഖർ കൊണ്ടുപോകുന്നു. അപ്പോഴാണ് ചന്ദ്രശേഖറിൻ്റെ ചാണക്യ ബുദ്ധിയിൽ ഇതാ പുതിയൊരു സംവിധാനം വരുന്നു. തീർച്ചയായിട്ടും ആ സംവിധാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പുതിയ ഫോർമുല അനുസരിച്ച് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിൽ നിന്ന് ചില ആളുകൾക്ക് വളരെ നിർണായകമായ സ്ഥാനം BJPയിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ഭരണവ്യവസ്ഥയിലും കിട്ടും. അതിൽ പരിഗണിക്കപ്പെടുന്ന 2 പ്രധാന പേരുകളാണ്. ഒന്ന് ശോഭാ സുരേന്ദ്രൻ, അവർക്ക് ഗവർണറാവാൻ താല്പര്യമില്ല എന്ന് കേൾക്കുന്നു. അവർക്ക് മന്ത്രിയായിരിക്കുകയും പൊളിറ്റിക്സിൽ തന്നെ തുടരണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ട് അവരെ മന്ത്രിയാക്കുകയും മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൊളിറ്റിക്സിനേക്കാൾ ഉപരി ഗവർണർ പദവിയുള്ള പദവികളാണ് ഇഷ്ടമെന്ന് അവർ അറിയിച്ചു കഴിഞ്ഞു. അവരെ ഗവർണറാക്കണം. അപ്പോൾ 2 വനിതകളാണ് കേരളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നത്. ഇതിൽ ആരുടെ കാര്യം ആദ്യം നടക്കും അല്ലെങ്കിൽ ആരുടെ രണ്ടാമത് അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ പൊളിറ്റിക്സാണ്, രാഷ്ട്രീയമായ തീരുമാനങ്ങളാണ്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു കണ്ണ് കേരളത്തിലേക്കുണ്ട്. ആ കണ്ണിൽ രക്ഷപ്പെടുക 2 വനിതകളായിരിക്കും. പുതിയ തന്ത്രങ്ങളുമായി രാജീവ് ചന്ദ്രശേഖർ വീണ്ടും യാത്രയിലാണ്.